മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പോരാട്ടം തിരഞ്ഞെടുപ്പോടെ അവസാനിപ്പിക്കില്ല എന്ന് മാത്യു കുഴൽനാടൻ. അക്കാര്യം ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മറ്റാരുണ്ട് എന്ന് LDF ചോദിച്ചപ്പോൾ മൂവാറ്റുപുഴയിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ ഇതാ ചൂട് കഞ്ഞിക്കടയിൽ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം. നമസ്കാരം. കഞ്ഞിയാണല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നു, രസകരമായി മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഒരു ചെറിയ കഞ്ഞി കുടിക്കാന്ന് ഓർത്തോട് കയറിയതാണ്. നമ്മുടെ സ്ഥിരം വരുന്ന ഒരു കടയാണ്. മറ്റാരുണ്ട് എന്ന് LDF ചോദിച്ചപ്പോൾ മൂവാറ്റുപുഴയിൽ ഞാനുണ്ട്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. മറ്റാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരും മിണ്ടാതിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ എന്നടാന്നോ അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതിയായിരുന്നു. അല്ലേ? മറ്റൊരു രസമുള്ള കാര്യം, UDF ഭയങ്കരമായിട്ട് സമരം ചെയ്തൊരു 5 വർഷക്കാലമാണ് കടന്നു പോയത്. ആ 5 വർഷക്കാലത്തിലും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് പോരാട്ടം നടത്താനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അടുത്ത 5 വർഷം അഥവാ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് പലരും പറയുന്ന മറുപടി മാത്യു കുഴൽനാടനാണ്. അതെന്താണെങ്കിലും ആവില്ല, കാരണം പ്രതിപക്ഷത്തായിരിക്കില്ല. അധികാരത്തിൽ വരുന്നുള്ളതുകൊണ്ട് എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അധികാരം അഥവാ കിട്ടിക്കഴിഞ്ഞാലും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ നടന്ന ഒരുപാട് കേസുകളുണ്ടല്ലോ, അതൊക്കെ അങ്ങ് വിട്ടുകളയോ? അധികാരത്തിന് വേണ്ടി മാത്രമുള്ളതാണോ അതൊക്കെ? നല്ല ചോദ്യം. അത് ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മൂവാറ്റുപുഴയിലെ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആളായിരിക്കില്ല, ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനില്ല, കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയത്തിൻ്റെ ആളായിരിക്കില്ല. അതിൻ്റെ ഭാഗമായി ഇന്ന് രാഷ്ട്രീയത്തിൽ പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് യുവാക്കൾക്കും വളരെ വിശ്വാസം കുറഞ്ഞു വരുന്ന, ട്രസ്റ്റ് ലീഡേഴ്സിലും പൊളിറ്റിക്കൽ പാർട്ടീസിലും അവരുടെ നയങ്ങളുടെ നിലപാടിലൊക്കെ ട്രസ്റ്റ് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവരെപ്പോഴും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങോട്ട് ആരോടും പറയും, അത് നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ സെറ്റിൽ ചെയ്യും, അവർ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കെതിരെ ആരോടും പറയും, അവർ വന്നു കഴിയുമ്പോൾ നിങ്ങളെ സെറ്റിൽ ചെയ്യും. അതല്ല, അതിനൊരു മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കോടതി അങ്ങേയറ്റം വരെ, ഈവൻ സുപ്രീം കോടതി വരെ ഞാൻ തന്നെ ആ ഫൈറ്റ് നേരിട്ട് കൊണ്ടുപോകാൻ കാരണം, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചോ അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാനുള്ള ഒരു അവസരമായി UDF ഗവൺമെൻറ് വരുന്നതിന് ഞാൻ കാണുകയാണ്. അവസാനം വരെ പോകും. തീർച്ചയായിട്ടും, സംശയമില്ല. അത് ഞാൻ ജനങ്ങൾക്ക് നൽകിയൊരു വാക്കാണ്. ഐ വിൽ ബി ദർ. ഞാൻ അവിടെ ഉണ്ട്. ഞാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫൈറ്റിന് മുന്നിൽ ഞാനുണ്ടാവും. ഇങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു പ്രതികരണം ഇത്തവണ? ആൾക്കാരുടെയൊക്കെ ഞങ്ങൾ മോറ്ററിലെല്ലാം ഹാപ്പിയാണ്. ഒരു ടെൻഷൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എതിർ സ്ഥാനാർത്ഥി CPI ജില്ലാ സെക്രട്ടറിയാണ്. ഹീസ് ഓൾസോ ഗുഡ് ഗൈ, ഗുഡ് കാൻഡിഡേറ്റ്. നല്ല ചൂടല്ലേ? നല്ല ചൂട്. അതിൻ്റെ കൂടെ കഞ്ഞിയുടെ ചൂട് വേണമെങ്കിൽ നല്ല കഞ്ഞിയാണ്, നല്ല ചമ്മന്തിയാണ്. കഞ്ഞി കഴിച്ചിട്ട് പോകാം. ചേച്ചിയുടെ ഉണക്കമീൻ അടക്കമുണ്ട്. നല്ല. അപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാണ്. ഭരണത്തിലെത്തിയാലും ഇല്ലെങ്കിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളൊന്നും പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. ജോയ്സ് CR മൂവാറ്റുപുഴയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.